കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പ്, ഇവയെല്ലാം കൂടിയിട്ട് ഒരു അരിപ്പയിലിട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. ആദ്യത്തെ പ്രാവശ്യം അരിച്ചെടുത്ത ശേഷം വീണ്ടും ഒന്നുകൂടെ അത് അരിച്ചെടുക്കണം. 2 പ്രാവശ്യം നന്നായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അരിച്ചെടുത്ത ശേഷം സ്പൂൺ കൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് നല്ലവണ്ണം പതപ്പിച്ച് ക്രീമി ടെക്സ്ചറിൽ ആക്കിയെടുക്കണം. ഞാനിവിടെ ബീറ്റർ ഉപയോഗിക്കാതെ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചാണ് ചെയ്ത് കാണിക്കുന്നത്. 15 മിനിറ്റ് നിർത്താതെ കൈയെടുക്കാതെ ബീറ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഈ ടെക്സ്ചറിൽ കിട്ടിയത്. ഓരോരുത്തർ ബീറ്റ് ചെയ്യുന്നതിൻ്റെ സമയം വ്യത്യാസമുണ്ടായിരിക്കും. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ കൂട്ടിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കണം. നിങ്ങളുടെ കയ്യിൽ പൊടിച്ച പഞ്ചസാര ഇല്ലെങ്കിൽ 3/4 കപ്പ് നമ്മുടെ സാധാരണ പഞ്ചസാര എടുത്ത് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്താൽ മതിയാകും. 1 കപ്പ് പഞ്ചസാര ഒരുമിച്ച് ചേർത്ത് മിക്സ് ചെയ്യരുത്. കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ഇതിലേക്ക് 3/4 കപ്പ് ഓയിൽ ചേർക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. മുട്ട അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് നമ്മൾ പതപ്പിച്ചെടുത്ത പോലെ ഓയിൽ ഒഴിച്ചതിന് ശേഷം പതപ്പിക്കരുത്. ഓയിൽ ജസ്റ്റ് ആ മിക്സ്ചറിലൊന്ന് മിക്സ് ആയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോഴും ഒരുമിച്ച് ചേർത്ത് മിക്സ് ചെയ്യരുത്. കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് വേണം നമുക്ക് ബാറ്റർ തയ്യാറാക്കാൻ. ആദ്യം ചേർത്ത അളവ് നന്നായി മിക്സ് ആയതിന് ശേഷം മാത്രമേ അടുത്തത് ചേർക്കാവൂ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി ചേർക്കുക. ഈ വിനാഗിരി ചേർക്കുന്നത് മുട്ടയുടെ സ്മെല്ല് ഇല്ലാതിരിക്കാനും അതുപോലെ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി വരാനും വേണ്ടിയിട്ടാണ്. ഇനി ബട്ടറും മൈദയും കോട്ട് ചെയ്തിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് നമ്മളുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതേ കൺസിസ്റ്റൻസിയിലായിരിക്കണം വേണ്ടത്. റിബൺ പരുവത്തിലായിരിക്കണം കിട്ടേണ്ടത്. ഇനി നിങ്ങൾക്ക് കട്ടി കൂടിയിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ വാം വാട്ടറോ അല്ലെങ്കിൽ വാം മിൽക്കോ ഇതിനകത്ത് ഉപയോഗിച്ച് റിബൺ കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കണം. ഞാൻ ഉപയോഗിച്ച അതേ മെഷർമെൻറ്റ്സ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നതായിരിക്കും. ചുവട് കട്ടിയുള്ള ഒരു പാത്രം പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കുക. ഞാനിവിടെ കുക്കറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്കൊരു ചെറിയ പ്ലേറ്റ് ഇറക്കി വെച്ചതിന് ശേഷം 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മളുടെ കേക്ക് ടിൻ ഇതിലേക്ക് ഇറക്കി വയ്ക്കാം. കുക്കറിൻ്റെ ലിഡ് വയ്ക്കാൻ പോവാണ്. ഇവിടെ വിസിൽ ഇട്ടിട്ടില്ല, അതുപോലെ തന്നെ കുക്കറിനകത്തുള്ള വാഷും ഇട്ടിട്ടില്ല. ഇനി ഇത് മൂടി വയ്ക്കുകയാണ്. മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 30 മിനിറ്റ് വേവിച്ചെടുക്കാം. 25 മിനിറ്റ് ആയപ്പോൾ ഞാനതൊന്ന് തുറന്ന് നോക്കി ആയിട്ടുണ്ടോ എന്നറിയാൻ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് നമുക്കതിൻ്റെ സെൻറ്ററിൽ കുത്തിയിറക്കി നോക്കാം. മാവ് ഇതിൽ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു 10 മിനിറ്റും കൂടെ വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം വീണ്ടും കുക്കർ തുറന്ന് ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഇത് ടൂത്ത് പിക്ക് ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ ടോട്ടലി 40 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ 25 മിനിറ്റ്സ് ആകുമ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതിന് ശേഷം ഡിസൈഡ് ചെയ്താൽ മതി 5 മിനിറ്റ് വെക്കണോ 10 മിനിറ്റ് കൂടുതൽ വെക്കണോ എന്നുള്ളത്. ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ടിത് ചൂടാറാനായിട്ട് വെക്കാം. നല്ലവണ്ണം ചൂടാറിയ ശേഷം ഒരു കത്തി ഉപയോഗിച്ച് ഇത് 2 ഭാഗമാക്കി മുറിക്കാൻ പോവുകയാണ്. ഇനി
ഇതിലേക്ക് പഞ്ചസാര പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. അതായത് 1 കപ്പ് വെള്ളത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1 നുള്ള് ഉപ്പും ഇട്ടിട്ട് തിളപ്പിച്ചെടുത്തതാണ്. ജസ്റ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അത് ഓഫ് ചെയ്ത് വയ്ക്കാം. അത് കേക്കിൻ്റെ 2 സൈഡിലും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇത് കേക്ക് ഒരിക്കലും നമുക്ക് ഡ്രൈ ആവില്ല. ഇനി ഇതിലേക്ക് ക്രീം തേച്ച് കൊടുക്കാം. ഞാനിവിടെ ബട്ടർ ക്രീമാണ് തേച്ച് കൊടുക്കുന്നത്. ബട്ടർ ക്രീം ഉണ്ടാക്കുന്ന റെസിപ്പിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിലേക്ക് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം മുറിച്ച് വെച്ചിരിക്കുന്ന മറ്റേ പകുതി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലും ബട്ടർ ക്രീം തേച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്കും ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് ചോക്കോ ചിപ്സ് കൂടെ ചേർത്ത് അലങ്കരിക്കാം.